നമസ്കാരം. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കുമ്പോൾ ദുബായിൽ നിന്നൊരു ചെറിയൊരു റൈഡ് മോനക്കും വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതാണ്. ആ ദുബായിൻ്റെ കുറച്ച് കാഴ്ചകൾ വണ്ടിയിൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം റൂമിൻ്റെ അടുത്ത് തന്നെ മുറക്കബാദ് മുറക്കബാദ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ഇങ്ങനെ പോകണമെന്നൊന്നുമില്ല, കുറച്ചിങ്ങനെ കറങ്ങി അങ്ങനെ പോവാം. ഇതിപ്പോ മുറക്കബാദ് റോഡാണ്. റൈറ്റ് സൈഡിൽ വലിയൊരു പാർക്കിങ്, ഷാവി കാണുന്നുണ്ടോ? ഇതാണ് ബസ്സുകളൊക്കെ വലിയ പാർക്കിംഗ് ഒക്കെ അധികം. ഇവിടെ ഈ രണ്ട് പാർക്കിംഗ് വലിയ പാർക്കിങ്ങുകളുണ്ടാവും. റൈറ്റിലേക്ക് പോലെ റൈറ്റിൽ വലത്ത് ഭാഗത്താണ് ഈ ഷോപ്പ്. സ്ട്രോബെറി കോർണർ നമ്മളെ ബ്രാഞ്ചാണ്. അടുത്ത് ഇനി സലാവുദ്ദീൻ റോഡിലേക്ക് എടുക്കാം. നേരെ മുന്നിൽ കാണുന്നതാണ് റീഫ് മാള്. ഇതൊരു മാളാണ്. ഇതിലൊരു നെസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റ് അതിനകത്ത്. നല്ല മെട്രോ മറ്റേ അപ്പുറത്തെ നെസ്റ്റിന്റെ അത്രയില്ല, എന്നാലും കുറച്ച് അത്യാവശ്യം തിരക്കുള്ള ഇതാണ്. നേരെ മുന്നിൽ കാണുന്നത് ഇസ്ലാമിലെ ഒലിവുകാല റെസ്റ്റോറന്റ്. അത് നമ്മളെ ബ്രാഞ്ച് തന്നെ കേട്ടോ. റമദ ഹോട്ടലിൽ അടുത്തതാ ഒലിവുകാലൻ യെല്ലോ ബോർഡ്. അത് നമ്മളെ ബ്രാഞ്ച് തന്നെയാണ്. റഹ്മാൻസ്കാർക്ക് അവിടെ ഉള്ളത്, റഹ്മാൻസ്. റമദ ഇവിടെ അടുത്തടുത്താണ് കേട്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് തൊട്ടപ്പുറത്തുണ്ട്. മുറക്കബാദ് പോലീസ് സ്റ്റേഷനടുത്ത്. ഇവിടെ യൂട്ടേൺ ഇവിടെ യൂട്ടുണ്ട് തൊട്ട ഇതല്ല, ഇവിടെ യൂട്ടുണ്ടല്ല, അവിടെ അപ്പുറത്തിട്ട് യൂട്ടുണ്ട്. നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫുള്ള് സെറ്റായിക്കൊണ്ട് നമുക്ക് ഓളിഞ്ചിന്റെ ബാക്കി അടിക്കണ്ടേ, ബാക്കി പോകണ്ട നമുക്ക്. സീസൺ 2 ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ടുപോയിട്ടില്ല എക്സാം പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം കൊണ്ടുപോകല്ലേ. ഈ പ്രാവശ്യം ചില മുന്നേക്ക് വരാൻ പറ്റില്ലല്ലോ. ഈ പ്രാവശ്യം മുന്നേ കച്ചവടക്കാരായിട്ട് മുന്നേക്ക് വരാൻ പറ്റില്ല. ഈ പ്രാവശ്യം പോവാം. ബിസിനസ്സിന് അസാമിലൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ വേറൊരു ഒരു ഫാമിലി വ്ലോഗ് ഉണ്ട്, കാറിൽ ഒരു പോണേ. ആസാമിലൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറയണമെങ്കിൽ വൈക്കുന്നു വഴിയെടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരെ കുട്ടികളൊക്കെ പൈസ കൊടുത്ത് അതുകൊണ്ട് പിന്നെ അവർക്ക് പ്രശ്നം ഉണ്ടായില്ല. പൈസക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അതിന് ഒരുങ്ങിട്ടും കണക്കാക്കിയിട്ട് പോകാം. ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷ നോക്കണം. ഇപ്പോഴത്തെ യൂട്ടേൺ എടുക്കാം. പിന്നെ ഞാനില്ലേ നിങ്ങൾ എന്തിനാ പേടിക്കണേ? നാളെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം. ചില നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇതെന്താ ബാങ്കിലേക്ക് പൈസ ഉണ്ടോ വണ്ടിയാ? ഇത് മണി ട്രാൻസ്ഫർ. ബാങ്ക് മാത്രമല്ല, മറ്റേ ഇത് എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ അവിടെ പൈസ ട്രാൻസ്ഫർ ചെയ്യണോ. നാട്ടിൽ പോലെ അതിൻ്റെ അകത്തും ഗണ്ണോടിച്ചിട്ട് പോലീസ് ഉണ്ടാവും. അതിലുണ്ടാവും. ഫിലിലാസ് റെസ്റ്റോറൻ്റ് ആണല്ലേ, ഇതും നമ്മളെ ബ്രാഞ്ചിൽ പെട്ടതാണ്. അത് നമ്മളെ ബ്രാഞ്ചിൽ പെട്ടാണ് ഫിലിലാസ്. ഇതല്ലേ റംനാസ്കാർക്ക് റൈറ്റ്. ഇപ്പോൾ സലാദീൻ മെട്രോ സ്റ്റേഷന്. സ്കൂളുള്ള ടൈമൊക്കെ ഇല്ലേ? സ്കൂൾ ഉച്ചക്കൂടെ ഉച്ചക്ക് സ്കൂളും നേരത്തെ ഇവിടെ സ്കൂൾ. നേരത്തെ ക്ലാസ് രാവിലെ 7 മണിക്ക് 8 മണിക്ക് ക്ലാസ് തുടങ്ങും. 12 ഇപ്പം വരാൻ പോകുന്ന റൗണ്ടപ്പ് ഫിഷ് റൗണ്ടപ്പ് എന്ന് പറയും. ഗവൺമെന്റിന്റെ ഫേമസ് സ്ഥലമാണ് ഈ സമൻ പോവാർ അറബിൽ പറയാണെങ്കിൽ. അതാണ് നേരെ കണ്ട ഫിഷ് റൗണ്ടപ്പ്. പ്രതിമല അതായത് ഫിഷിന്റെ ഒരു ഇതാണല്ലോ, പ്രതിമണില്ല. നമ്മൾ കൂടുതൽ റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഈ സമയത്ത് കുറച്ച് ട്രാഫിക് കുറവാണ്. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് ട്രാഫിക് കുറവാണ്. ട്രാഫിക് 4 കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും.
റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ റെസ്റ്റോറൻറ്റ്? അൽ ബറാഹ ക്രോണിക്. ബറഹ ഭാഗത്ത് ഇഷ്ടംപോലെ സിഗ്നലിൽ കൊടുക്കുന്നുണ്ടല്ലേ, ഒന്നിന് കഴിഞ്ഞ അടുത്തല്ലേ. സിഗ്നലല്ല, കറുത്തൊക്കെ ഒരു സിറ്റി ടൗണല്ലേ, ടൗൺ ആയതുകൊണ്ട് അതിനുള്ള സിഗ്നലുകളുണ്ടാവും. സിഗ്നൽ ഇല്ലെങ്കിലേ കുടിക്കും പോലെ. ട്രാഫിക് ഭയങ്കര തിരക്കായിരിക്കും. നമ്മളിപ്പോൾ പുതിയതായിട്ട് അറിയാൻ സംഗതി കീത്ത ഡെലിവറിന്റെ തലഭാഗത്തിനൊക്കെ പൊട്ടിച്ചിട്ട് ഇപ്പോൾ കീത്ത മുന്നിട്ടിരുന്നത്. കീത്ത ഡെലിവറി ഭയങ്കര ചൈന കമ്പനിയാണ്. സൗദിയിലുണ്ട്, ബഹ്റൈനൊക്കെ ഉണ്ട് പറയാം. ഇപ്പൊ തുടങ്ങിയിട്ട് 2 മാസം 3 മാസമായിട്ടുള്ളൂ. ഈ കൊല്ലം പറഞ്ഞ ഈ കൊല്ലല്ല, കഴിഞ്ഞ കൊല്ലം ലാസ്റ്റിലേക്ക് മുത്തിൻ്റെ ഭാഗത്ത് ഏറ്റവും സെറ്റുള്ളത് ഭയങ്കര ഹൈപ്പർ മാർക്കറ്റാണ്. ഇത് ബർഹ സീനാണ്. ഇവിടുത്തെ ഈദ്ഗാഹാണ് നേരെ കാണുന്നത് വലത്ത് ഭാഗത്ത്. ഇവിടെ നമുക്ക് നമസ്കാരം ഉണ്ടാവില്ല, എല്ലാ പള്ളിയിലും ഉണ്ടാവും. പക്ഷെ ഈദ്ഗാഹായിട്ട് പള്ളിയിലോ? അതെ, ആ വലിയ പള്ളി റൈറ്റ് സൈഡിൽ. പള്ളിയല്ല, ഇവിടുത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രൗണ്ട് മാത്രം, പള്ളിന്റെ ഭാഗം അവിടെ ഉണ്ടാവാം. ഈ ഗ്രൗണ്ടാണത്. ഈദ്ഗാ ഗ്രൗണ്ടില്ല, നമ്മള് മൈതാനത്തെ കുറിച്ച് അതിൻ്റെ അത് നമ്മളൊരു പ്രാവശ്യം ഉണ്ട്. ബാക്കിയൊക്കെ ഇവിടെ പള്ളി തന്നെ കൂടി എല്ലാ പള്ളിയിലും ഉണ്ടാവും. പക്ഷെ ഇവിടെ ഉണ്ടാവും ഈദ്ഗാ. സൗണ്ട് ഭയങ്കര പോയില്ലേ? സൗണ്ട് ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ഇതാണ്, തണുപ്പാണ്. കുറെ വർഷത്തിന് ശേഷം ഇപ്പോ ഇത്ര തണുപ്പോടെ കിട്ടുന്നത്. അതിനനുസരിച്ച് പനി ചുമ വന്നിട്ട് പോകുന്നില്ല. റൈറ്റ് സൈഡിലുള്ളതാണ് ഈദ്ഗാഹ്. വലിയ ഗ്രൗണ്ടാ. ഈ ഏരിയ കംപ്ലീറ്റ് ബർഹ എന്ന് പറയും. ബർഹ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് മൊബൈലിന്റെ നൈഫിന്റെ ഒരു ഏരിയ മറ്റേ മൊബൈലിന്റെ ഹോൾസെയിൽ മൊത്തം ഫുള്ള് മൊബൈൽ ഹോൾസെയിൽ ഷോപ്പ് കംപ്ലീറ്റ്. ഫുള്ള് ഇങ്ങനെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് കച്ചവടത്തിന് പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലല്ലോ, ഹോൾസെയിൽ അല്ലേ, നല്ല മാർക്കറ്റിംഗ് മാർക്കറ്റാണ്. അവൾക്കായിട്ട് ഒരു ക്ലയന്റ് ഉണ്ടാവില്ല. ഇവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മള് എല്ലാ ഏത് അല്ലല്ല, അത് നൈഫില്. സെയിം അല്ലേ? അതെ, ഒരു ഫസ്റ്റ് വന്നപ്പോ ഷോപ്പിലല്ലേ നേരെ മുകളിൽ ഭാഗത്ത് ഏജൻസി ആവുന്നുണ്ടോ? ഏതാണ് നേരെ മുകളിൽ ഹെലിപ്പാഡിലെ ഏജൻസി? ഏജൻസി ഹോട്ടലാണ്. അതിന്റെ താഴത്ത് തിയേറ്ററൊക്കെ ഉണ്ട്. പവർ ബാങ്ക് ഭയങ്കര സ്ലോ ആണ് കേട്ടോ. എൻ്റെ ഫുൾ ആളുണ്ട്, പെട്ടെന്ന് ഇത് സ്ലോ ചാർജ് നമ്മുടെ എഴുതി കാണിക്കണം. സ്ലോ ചാർജർ എന്തെങ്കിലും സിസ്റ്റം ഞാൻ എടുക്കുന്ന സമയത്ത് നല്ല ഇത് കിട്ടും. ഇവിടെ 2-3 സീനിൽ അടുപ്പിച്ചിട്ട് കുറച്ച് ലാഗാണ് ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ. ഇവിടെ ബർഹ ഏതാണ് ബസ് സ്റ്റാൻഡ്. ബർഹ ബസ് സ്റ്റാൻഡ് കാണുന്നത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ബ്രിഡ്ജ് കിട്ടും. ഇപ്പൊ പുതിയ റോഡാണ് അത്. കറക്റ്റ് നമുക്ക് ജുമേറിലേക്കും ഇവിടത്തേക്ക് ബർദുബയിലേക്ക് പോകാനുള്ള. പക്ഷെ നമുക്ക് പയർ റൂട്ടുണ്ട്. പയർ റൂട്ടാണെങ്കിൽ ഇപ്പൊ ഒന്ന് പ്രത്യേക ചെളി. ഇപ്പം കടലിന്റെ അടി കൂടെ ഉള്ളതുണ്ടല്ലോ, സിന്ധിക ബ്രിഡ്ജ്, സിന്ധിക ടണല്, ബ്രിഡ്ജുള്ള ടണല്, അതിൽ കൂടെ പോവാം. ഒന്ന് പയർ റോഡാണ്. എന്താ എംപവർ ഏജൻസി സൊല്യൂഷൻസ്?
അത് എന്തോ പവറിൻ്റെ അല്ലേ, ലൈറ്റിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, കറക്റ്റ് അറിയില്ല. ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധമുള്ള ഇവിടുന്നൊക്കെ വണ്ടി റോഡ് മനസ്സിലാക്കാൻ തന്നെ വേണല്ലേ കുറച്ച് ദിവസം. അല്ല, അത് കുറച്ച് ഞാൻ റെഡിയാക്കും. ഞാനിപ്പോ പോട്ടിട്ട് നമ്മൾ റെഡിയത്. ആദ്യം ഫുള്ള് ഗൂഗിൾ മാപ്പ് എടുത്തപ്പോൾ തെറ്റിക്കഴിഞ്ഞാലാണെങ്കിലും നല്ല ഫൈനും. അങ്ങനൊന്നുമില്ല, ഫൈൻ അങ്ങനെ കിട്ടുന്നു. നമ്മൾ ഒരു റോഡ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ റോഡിലേക്ക് തിരിച്ചു പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കിട്ടുള്ളൂ, യൂട്ടേണൊക്കെ കിട്ടുള്ളൂ. ആ ഒരു പ്രശ്നമുള്ളൂ. ടൗണിൽ ആ പ്രശ്നമില്ല. പുറത്തൊക്കെ പോയാൽ പിന്നെ ഫൈൻ എന്ന് പറഞ്ഞെങ്കിൽ ഫൈൻ കിട്ടും. നമ്മൾ ആവശ്യമില്ലാതെ റോങ് സൈഡിൽ പോയാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ട്രാക്ക് തെറ്റിച്ച് ഓടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓടി കളിക്കില്ല. അപ്പോൾ ട്രാക്ക് ലൈൻ ചേഞ്ചിങ്ങിൽ ഇൻഡിക്കേറ്റർ ഇടാഞ്ഞാൽ ഇതിനൊക്കെ ഫൈൻ വരുള്ളൂ. പിന്നെ ഇവിടുന്ന് റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാസം വണ്ടി എന്താക്കണോ സ്റ്റേഷനിൽ വെക്കുമ്പോഴോ 2000 ദിർഹംസ് ഫൈന്, 12 പോയിന്റ് ബ്ലാക്ക് പോയിന്റ് കിട്ടും. ബ്ലാക്ക് പോയിന്റ് കിട്ടിയ ബ്ലാക്ക് പോയിന്റ് ഒരു വർഷത്തിൽ 20 പോയിന്റ് കിട്ടിയാൽ ലൈസൻസ് റദ്ദാവും. റദ്ദാവും? ഫസ്റ്റ് തന്നെ കിട്ടിയ 12 പോയിന്റോ? അല്ല, ഫസ്റ്റ് ഓരോ ദിവസത്തിന് ഓരോ പോയിന്റ് ആണ്. ഈ റെഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 12 പോയിന്റ്. 2 പ്രാവശ്യം ക്രോസ് ചെയ്താൽ മതി, കഴിഞ്ഞ്. 2 പ്രാവശ്യം ക്രോസ് ചെയ്യാൻ, ഒരു പ്രാവശ്യം ക്രോസ് ചെയ്തതിന് 3 മാസം നമ്മളെ വണ്ടി അവിടെ ആയി. പിന്നെ റെഡ് ക്രോസിംഗ് ഒക്കെ വളരെ റയറായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഒന്നിക്കും മൊബൈലിൽ നോക്കിക്കൊണ്ട് വണ്ടി ഓടുന്ന ആൾക്കാർ അത് വലുതെന്നല്ല ചെറുതെന്ന് അധികം കൊടുക്കുക. ഈ ടാക്സിക്കാരെ സ്ലോ ആക്കി. ടാക്സിക്കാരല്ല, മുന്നിൽ ബൈക്കാരൊക്കെ അത് എടുക്കല്ലേ, അവിടെ രക്ഷയില്ല. കളീജ് റോഡിൽ അതിനിപ്പം നൈഫ് ഇതിലേക്ക് പോണ മടതുപോലെ ജുമലൊക്കെ ഉള്ള പയ റോഡ്, പുതിയ റോഡ് അപ്പുറത്ത് കൂടെ ഉണ്ട്. പക്ഷേ റോഡ് ഇപ്പോൾ കാലിലേക്ക് അവിടെ പോകുന്നതായിരിക്കും. ജുമേല ദുബൈയിലേക്ക് പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ ഷാബിലെ, ഈ റൈറ്റ് സൈഡിൽ കാണാതാ വലിയ പുതിയ ബിൽഡിങ്ങൾ. ഈ ബിൽഡിംഗ് ഒക്കെ നമ്മളിപ്പം റെസിഡൻസ് ഉണ്ട്, പിന്നെ കുറെ കോർപ്പറേറ്റ് ഓഫീസുകൾ വന്നു. ആദ്യത്തെ ഫിഷ് മാർക്കറ്റ് ഇവിടെയാണ്, പിന്നെ അങ്ങോട്ട് മാറ്റിയത്. റൈറ്റ് സൈഡിൽ കാണുന്നത്. അൽറാസ് ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റേഷനാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോഴത്താണ് അതിന്റെ മെട്രോ വരുന്നത്. അൽറാസിന്റെ ഈ ബിൽഡിങ്ങൾ കംപ്ലീറ്റ് പറയാം. ഇവിടെ കുറെ കോർപ്പറേറ്റ് ഓഫീസുകൾ തന്നെ കാര്യങ്ങളൊക്കെ. ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ ഗോൾഡ് സൂക്ക് വരുന്നത്. ഓക്കെ, ഗോൾഡ് സൂക്ക് ഗോൾഡിന്റെ മാർക്കറ്റ് ഫേമസ് അല്ല, അതുപോലെ ഗോൾഡ് സൂക്ക് ഇതിന്റെ അടുത്ത് റോഡില്. നമ്മളിപ്പം പഴയ ജിന്ദഗി ടണൽ, അതായത് കടലിന്റെ നേരെ കൂടെ ഷിപ്പൊക്കെ പോണ കടലിന്റെ അടിയിൽ കൂടെ ഇപ്പൊ പോകാനാണ്. ചുമേറ റോഡിലേക്ക് എടുക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ആവണേ 40 കിലോമീറ്റർ പറ്റുള്ളൂ. അതുപോലെ സ്പീഡിൽ പോകുന്നുണ്ട്. വെള്ളത്തിന്റെ അടിയിൽ കൂടി പോണേ. അതെ, കടലിന്റെ കൂടെ. സിഗ്നലൊക്കെ കട്ടാവല്ലേ? റേഞ്ച് ഉണ്ടാവില്ല, എല്ലാ സിഗ്നലും റേഞ്ച് ഉണ്ടല്ല, റേഞ്ചിലൊന്നുമില്ല. ഫുള്ള് ഇരുട്ടായി ഇപ്പൊ. ഇരുട്ടെന്ന് പറഞ്ഞെങ്കിൽ ക്യാമറ നമുക്ക് വണ്ടി ഓടാൻ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടാൻ നമുക്ക് ക്യാമറ വിളിച്ചാൽ കാണില്ല അല്ലേ? കാണുന്നില്ല. പുറത്ത് റോഡിന് റൈറ്റ് ഇവിടുത്തെ അതിലെ റൈറ്റ് കൂടെ പോകുന്നുണ്ടെങ്കിൽ ദുബൈന്റെ പഴയ ഏരിയയിലേക്ക് പോകാൻ വഴിയാണത്. നമ്മൾ ജുമേര ഭാഗത്ത് കൂടെ ഇതിലങ്ങനെ പോകാം. ജുമേര ഷേഖ്സാദിലൊക്കെ പോകാം. ഇവിടെ ഒരു കപ്പലുണ്ട് ഷാമിലെ, റൈറ്റ് സൈഡിലെ കപ്പലിനെ എന്താണ് ക്യൂൺ എലിസബത്ത്. അത് കപ്പലത് മൂവ് ആവില്ല. അതിൽ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്, നമുക്ക് കൂടെ അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. ഫുള്ള് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ആ ചോപ്പ് ഇത് കാണണ്ടല്ലോ റൈറ്റ് സൈഡിലൊന്നും വെച്ചാൽ
റോഡിലുള്ള കപ്പൽ യാത്ര ബാക്കിയുള്ള തന്നെ പ്രശ്നം ആ റെഡ് വേണമെങ്കിൽ ഒന്നുകൂടി നടക്കുന്നതാണ്. രണ്ട് മൂന്ന് പുറത്തുള്ളത് അത് മറ്റേ റെസ്റ്റോറന്റ് ഒരു ഭക്ഷണം കഴിക്കാം. അറിഞ്ഞില്ല ധാന്യങ്ങളൊക്കെ സംഭരിക്കുന്ന സമയം അതിന്റെ താജ്കൂടെ പോയാൽ അത് കുറെ മനസ്സിലാവും. ദുബായിന്റെ പോര് പൈസ എന്താ പറ്റി നമുക്ക് പറ്റിയിട്ട അത് നമ്മൾ സ്ലോ ആയിപ്പോയി. ക്യാമറയിൽ വെച്ച ശരിയല്ല. ഇത് ആദ്യ പ്രകാരം സിഗ്നൽ ഇപ്പൊ ഇവിടെ വന്ന് ഇത് പിടിച്ചത് ഇതൊന്നും ഈസിയായി. ആ ജുമേരിലേക്ക് പോണ റോഡ് അത് ജുമേര അതായത് നമ്മൾ ബ്രിഡ്ജ് അറബിക്കല്ലേ ആ ഭാഗത്തേക്ക് പോണ റോഡ് സ്ട്രൈറ്റ് പിടിച്ചാൽ നമ്മളിപ്പോ കറാമ ഭാഗത്തേക്ക് പോയിട്ട് റാഷിദ് റോഡിലേക്ക് കയറാം. ഈ വഴിക്കാണ് നമ്മള് ദുബായ് ഫ്രെയിമുള്ളത്. ഉടനെ കാണാം ബ്രിഡ്ജ് ഖലീഫൊക്കെ ഉടനെ കാണാം. എന്താ വ്യൂ ഈ സൈഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഫ്രെയിമാണല്ലോ ഫ്രെയിമാണല്ലോ ദുബായ് ഫ്രെയിമിന്റെ പ്രത്യേകത അറിയില്ലേ? അത് ഒരു സൈഡ് കൂടെ നോക്കിയാൽ പുതിയ ദുബായും എന്റെ പഴയ വീട്ടിലൊക്കെ ഞാൻ സംഗതി വല്ലാത്തൊരു ക്രിയേഷൻ തന്നെ. ഇവിടെ കുറച്ച് റഷ് ഉണ്ടാവും, ട്രാഫിക് ഉണ്ടാവും. അതിനുള്ളിൽ ടിക്കറ്റ് വേണം. ആദ്യം 60 ദിവസം കറക്റ്റ് അറിയില്ല. കൂടി ഉണ്ടാവില്ലേ ആ ചാൻസ്. ബുർജ് ഖലീഫ കയറാനോ? അത് 150 ആദ്യം. ഞാനെന്നാലും എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കയറിക്കണം. ഇവിടെ എടുക്കണം കുറച്ച് ഭയങ്കര മുന്നേ പൊടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ട്രാഫിക് ആയിരിക്കും. അതിൽ ഇവിടുന്ന് 3 റോഡിലേക്ക് എത്തിയിരുന്നൊരു എക്സിറ്റ് വരുന്നുണ്ട്. ഒന്ന് ഷാർജയിലേക്കുള്ളതാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരാം. രണ്ടാമത്തെ പിന്നെ അബുദാബി, മൂന്നാമത്തെ എത്തിച്ച് നമ്മുടെ ദേറിലേക്ക് പോണേ. അങ്ങനെ ദേറിലേക്ക് പോണതിലേക്ക് തിരക്കുണ്ടല്ലോ. നമുക്ക് ആ റോട്ടിലാണ് പോകേണ്ടത്. നോക്കാം, പിന്നെ നോക്കാം.
റൈറ്റ് സൈഡിൽ ദുബായ് ഫ്രെയിം. ലോറി കാരണം കാണാൻ കഴിയില്ലല്ലേ. ലോറിനായിട്ട് കട്ട് ചെയ്യണം നമുക്ക്. അങ്ങനെ ആ ലാസ്റ്റ് ട്രാക്കിൽ പോകണം നമുക്ക്. ആ ഷാമില ഫ്രെയിം ഒന്ന് കാണിച്ചേ. അത് തന്നെ അതിൻ്റെ തൊട്ട് തന്നെ ഷെബീൽ പാർക്കുള്ളത്. ഷെബീൽ പാർക്ക് ദുബായ് ഫ്രെയിം ഓഫീസ്. പിന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡിലാണ് കംപ്ലീറ്റ് കറാമ. ഇവിടെ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്, മലയാളി റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് ഈ ഭാഗത്തുള്ള കറാമ പറഞ്ഞ ഈ ഭാഗത്ത് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ. ജംസമന്തി ഇവിടെ ഉണ്ട്. ബാക്കിലൊക്കെ ഫുള്ള് റെസ്റ്റോറൻറ്റ് ആണ്. ഫ്രെയിമുണ്ടോ? ഓ, മറ്റേ കാറൊക്കെ കൊണ്ടുപോകണല്ലേ. ക്ലാസ്സിലേക്ക് പോകണല്ലോ. ലോറികളുണ്ട്, അങ്ങനെ പോകാനില്ലല്ലോ. ഇതിന്റെ അപ്പുറത്തെ ലൈനിലേക്ക് കയറുന്ന നമുക്ക്. ആ കൈ മാറ്റി. ആരങ്ങനെ ഹോണടിക്കുന്നേ? ഓണടിക്കാൻ ലോറിക്കാർ സൗണ്ട് ഒന്നുമില്ല. എല്ലാം ട്രാക്ക് ഫ്രെയിം എല്ലാം ഒന്ന് ഇതൊക്കെ കാണാൻ കൊടുക്കാം. നല്ല ടൂറിസ്റ്റുകൾ കിട്ടും അല്ലേ? നമ്മളതിന്റെ മൂട്ടിലെത്തിയില്ലേ? ആ റൈറ്റിൽ കൂടെ പോയ ബസ്സല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞ ഡബിൾ ഡെക്കർ ബസ്? മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള റെഡ് ബസ്. അത് അല്ല, അത് ടൂറിസ്റ്റ് ആളുകളാണ്. ടൂറിസ്റ്റ് ആളുകളാണ്. 150 സെറ്റാണ് സിറ്റി ടൂർ അടിക്കാൻ. നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ കേട്ടത് പോകണം. അവിടെ കയറിപ്പുറത്തും കയറി അവിടെ ചവിട്ടും ചെയ്യും. കയറി 8 ചവിട്ടലൊക്കെ അവർ ഭയങ്കര ബുദ്ധിമുട്ടായി. ജമ്മു ഇത്ര തിരക്കില്ല, നല്ല തിരക്കട്ടോ. ഫ്രെയിമില് ഫുൾ റഷ്, ഫുൾ റഷാ. ഉപയോഗിക്കാൻ ചെയ്യാം. പുതുമത്തെ ഷോപ്പ് പോയിട്ട് ചായ കുടിച്ച് പോകുന്നല്ലോ. ഓക്കെ അല്ലേ? ചോദിക്കാൻ നിൽക്കുന്നു, പക്ഷെ ഇവിടുന്ന് ചായ കുടിക്കാൻ നോക്കിയാ നമുക്ക് അതാക്കാം. ഇനി ഇവിടുന്ന് എടുക്കാതിരിക്കും. ആ റോഡ് ഷാർജ റോഡിൽ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ. നേരെ നമ്മളെ ഷോപ്പിലേക്ക് പോവാം. നമുക്ക് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ചായ കുടിക്കാം, പുതുമത്തൊന്ന് കാണുകയും ചെയ്യാം. റാസിക്കാനുള്ള ഷോപ്പ് തന്നെ പുതുമത്തെ. അതെ. ജാസർക്കാന്ന് ഷോപ്പിന് വരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ് അത് നിബാക്ക് മറ്റേ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അല്ല സ്ഥലം നമ്മളിപ്പോ ഇറങ്ങണപ്പോ ഷെയ്ഖ് സാദ് റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതിന്റെ ഷെയ്ഖ് സാദ് റോഡിന്റെ എൻഡിൽ, അതായത് നമ്മളെ മക്തു ബ്രിഡ്ജിന്റെ ആ ഭാഗത്തേക്ക് ശരിക്കും നോക്കിയാൽ നമ്മള് റിഗ ഷോപ്പിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. പക്ഷെ നമ്മൾ വന്നത്
നമ്മൾ വണ്ടി റൂമിലായതുകൊണ്ട് അതിലേ അപ്പുറത്ത് കൂടെ വന്നത്, വേറെ വയ്ക്കാൻ വന്നത്. അതിപ്പോൾ നമ്മൾ ഷെയ്ഖ് സാദ് റോഡിലേക്ക് ഇറങ്ങി. മതിലൊക്കെ നല്ല രസമുള്ള ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ടൈൽസ് ആണല്ലേ. ഷെയ്ഖ് സാദ് റോഡ് ഇവിടുന്നാണ് സ്റ്റാർട്ടാണത് ഇങ്ങോട്ടേക്ക് അബുദാബിയിലേക്ക്. ഇവിടെ ഒരു വിധം റോഡ് നല്ല ഏറ്റവും വലിയ റോഡാണ് ദുബായിൻ്റെ. ഈ അടുത്തോട്ട് വരുന്ന കറാമലേക്ക് പോണ വഴിയാണ്, ദുബായ് കറാമലേക്ക് പോണ. നേരെ മക്തൂമ്, പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ ക്ലോസ് ആണ്. ഇപ്പോൾ നമുക്ക് യാത്ര അനുവദിക്കുന്നില്ല. അമേരിക്കൻ ഹോസ്പിറ്റൽ അപകടം പറ്റിയോടാ? അല്ല, അത് ഇതിന് മുന്നേ മെയിൻ്റനൻസ് നിർത്തിയ 2 കൊല്ലം മുന്നേ, പിന്നെ അത് ഓപ്പൺ ആക്കില്ല. നമ്മൾ പിന്നെ ഇവിടുത്തെ റൈറ്റാണ് പോകണം. ഇപ്പോൾ ഉദുമത്തിലേക്ക് പോകേണ്ടത് ഇവിടുത്തെ റൈറ്റാണ്. നേരെ കാണാൻ ബ്രിഡ്ജാണ് മക്തൂം ബ്രിഡ്ജ്. എന്താ സ്റ്റേഡിയോ? എലിംഗ്ടൺ അല്ലേ? ഫുട്ബോൾ സ്റ്റേഡിയം ആവുന്നതല്ലേ? ഇൻഡോർ സ്റ്റേഡിയം ആയിരുന്നല്ലേ? ആണ്. നിങ്ങൾ പോയിട്ടില്ല അവിടെ? ഞാൻ പോയില്ല. പുതിയ വന്നു പോകുന്നു ഇവിടെ. ഉദുമത്തിൽ പിന്നെ കുറെ ഇതുണ്ട്, മറ്റേ റെസിഡൻസ് ഉണ്ട്, ബിസിനസ് ഓഫീസുകൾ, അങ്ങനെ കംപ്ലീറ്റ് മിക്സഡ്. നമ്മളെ മറ്റേ നാട്ടിലെ വണ്ടിക്ക് ഡാഷ് ക്യാം ഉണ്ടല്ലോ, ഡാഷ് ക്യാമിൽ സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അത് നമുക്ക് ക്ലിയർ ഉണ്ടാവും. അപ്പോൾ ഒന്ന് എൻ്റെ നമ്മളെ രണ്ടിടത്തും പിന്നെ ആ ഡാഷ് ക്യാം മതി നമുക്ക് ധാരാളം അല്ലേ? ട്രിപ്പ് പോകുമ്പോഴല്ലേ. പിന്നെ മൈക്കിന്റെ പ്രശ്നം നമ്മൾ തീർത്തല്ലോ. ഇപ്പോൾ മൈക്ക് നമ്മൾ വാങ്ങി ഡിജെന്റെ മൈക്ക് വാങ്ങിയിട്ട് മൈക്കിന്റെ പ്രശ്നം തീർത്ത്. കഴിഞ്ഞ യാത്രയിൽ മൈക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് നമുക്ക്. നോയ്സിന്റെ കാറ്റടിക്കുന്ന സൗണ്ട് മാത്രമല്ല, മൈക്ക് എടുക്കുക ഓഫായി പോവാം. നമ്മൾ അറിയുന്നില്ല, ഓഫായി പോകാൻ അറിയുന്നില്ല. അതങ്ങനെ സംസാരിക്കാൻ ജയിക്കാം അല്ലേ? ഇപ്പൊ ഫോണിൽ തന്നെ കാണാം, ഓഫായി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് സംഗതി ഉണ്ടല്ലോ പോലെ, ഓഫായാലും മനസ്സിലാവില്ല അല്ലേ? ഇത് ചാർജൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് നേരെ കണ്ടില്ല, അതും അകത്ത് റിജൻസിയാ. ഇവിടെ മമ്മൂട്ടിക്ക് വന്നില്ല, അവിടെ താമസിക്കില്ല. ഇതൊക്കെ ഓഫീസ് ഏരിയ കംപ്ലീറ്റ്. സ്കൂള്, ഓഫീസുകൾ, നേരെ കണ്ട ഡമ്മാക്കിൻ്റെ ബിൽഡിംഗ് ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കും. ഈ ബിൽഡിംഗ് ആണ് കാണുന്നത്. ഇത് തലമുല തലവരെ നോക്കിയാൽ ഇതൊന്ന് മേലക്കൊന്ന് എടുത്താണ്. ഇതിൽ M ഫ്ലോർ മൊത്തം ഓഫീസ്. ഇതിൽ റെസിഡൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഓഫീസ് എന്ത് രസമായി കാണാൻ. ഞാൻ ദൂരത്ത് നമ്മളിപ്പോൾ വണ്ടി നിർത്തല്ലോ, ദൂരത്ത് കാണാൻ. നമ്മളെ ബ്രാഞ്ച് അടുത്ത ഭാഗത്ത് കാണാം, സ്ട്രോബെറി കോർണർ. വണ്ടി മുഖത്തൊക്കെ ഇവിടെ നിർത്താം. ഇവിടെ അറിയാം. ചാടിച്ചല്ലേ? ചായ കുടിക്കാം. ഫോണല്ല ഹീറ്റ് ആവുന്നില്ല. ഓ, ഇവിടെ ഒന്ന് തൊട്ട് നോക്കി. ഹീറ്റ് അല്ലേ നിങ്ങളിത്? ഷോപ്പ്
തിരിച്ചിപ്പോ നമുക്കൊന്ന് ബർദുബായിൽ പോയിട്ട് പോലെ ഷാമില ബർദുബായിൽ ജാസിറ വർക്കില്ല ജാസിറില്ല നമ്മളെ മറന്നുപോയി. ഇവരിപ്പോ ട്രെയിനിങ് ആണ് ഇപ്പോ അവിടെ നമ്മള് ഓൾ ഇന്ത്യയിൽ അടിക്കുമ്പോ ഓൾ ഇന്ത്യക്ക് പോകുമ്പോ നമ്മള് 2 മൈക്കിൾ വാങ്ങിയത് സംസാരിക്കാനൊക്കെ റെഡി ആണെന്നൊക്കെ അറിയാം. അപ്പൊ കൊറേ ദിവസം ചെയ്യാത്തോണ്ടേ അതിനൊരു മൈക്കിളപ്പ് ഉണ്ട് സംസാരിക്കാൻ. അല്ല നമ്മൾ വഴിമാറി ഇല്ലല്ലേ ഒന്ന് റൈറ്റിംഗ് അല്ലേ നേരെ കാണുന്ന സ്റ്റേഡിയാണ്, ചെറിയൊരു സ്റ്റേഡിയം പോലത്തെ ടർഫ് പോലത്തുള്ള സ്റ്റേഡിയം അല്ലേ? അല്ല അത് സ്റ്റേഡിയം തന്നെ അല്ലേ? സ്റ്റേഡിയം തന്നെ അല്ലേ? റൈറ്റ് സൈഡിലൊക്കെ സ്കൂളാണ്, 2 സ്കൂളാണ്. സ്കൂളിലൊന്നും ശ്രദ്ധിച്ച് വണ്ടി ഓടണം, അല്ലെന്നുണ്ടെങ്കിൽ ഫൈന് പെട്ടെന്ന് വരും. 40 കിലോമീറ്റർ സ്പീഡുള്ളത്. ആ 2 സ്കൂളാണ്. എത്ര ക്ലാസ് 12 വരില്ലേ ഇവിടെയൊക്കെ? ഈ റോഡിലെ രാജാവാണ് സ്കൂൾ ബസ്. സ്കൂൾ ബസ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലൈസൻസ് ഫസ്റ്റ് ലൈസൻസ് തന്നെ എനിക്ക് കിട്ടാഞ്ഞത് സ്കൂൾ ബസ്സാണല്ലോ. എവിടുന്നോ ദൂരത്താണ് വരുന്നത്. അപ്പൊ ഞാൻ അത് ദൂരത്ത് നല്ലതല്ലേ ഞാൻ എടുത്ത പറഞ്ഞ ആര് മറ്റേ ഇൻസ്ട്രക്ടർ ബ്രേക്ക് ഓട്ടി. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ബ്രേക്ക് ഒരു ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ല. പിന്നെ എന്റെ കോൺഫിഡൻസ് പോയി. പിന്നെ ഒരു പറഞ്ഞൊക്കെ തെറ്റിട്ടാക്കി അങ്ങനെ കിട്ടിയില്ല. തിരിച്ചു നല്ല ട്രാഫിക് ആയിരിക്കും. കാരണം ചിലപ്പം സമയം 4:30 മണി ഇപ്പം ഓഫീസുകൾ കഴിഞ്ഞിട്ട് ഷാർജയിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് ഇപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയല്ല ഭയങ്കര ട്രാഫിക് ആയിരിക്കും. റിഗയിലേക്ക് എനിക്ക് തലയിലൊന്ന് പോകണ്ട്. അവിടുന്ന് സ്പൂൺ വാങ്ങിക്കണം. അതൊക്കെ ട്രെയിനിങ് ആണ്. അത് നേരെ മുന്നിലാണ് ആ വലിയ കാണാനാണ് ഹയാത്ത്. ഇവിടെ അധികം സ്റ്റാറുകൾ വന്നാലും താമസിക്കുന്ന സ്ഥലം അത്. ക്രീക്ക് പാർക്ക് മുന്നിൽ തന്നെ. ഡിജിറ്റൽ ഡിസൈനിങ്, എഡിറ്റിംഗ്, ഗ്രേറ്റിംഗ്, മാർക്കറ്റിംഗ് അല്ല ഡിസൈനിങ്. എന്താ പറയാ എല്ലാം എഡിറ്റ് ചെയ്യും. മറ്റേ യൂട്യൂബേഴ്സ് വീഡിയോസ് ഒക്കെ ഇടുന്നതാണല്ലേ പല എന്താ പറയാ ഇടുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള എന്താ പറയാ നോർമൽ എഡിറ്റിംഗ് കാര്യമില്ലല്ലോ. വലിയ വീഡിയോ ഒക്കെ ഷെയറിങ് ഭയങ്കരമായിട്ട് പറയാം പഠിക്കാൻ പറ്റും. അതായത് യൂട്യൂബേഴ്സിന് തമ്പനയില് പിന്നെ DP അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത നല്ല പൈസ കിട്ടും. പത്തനംതിനുള്ളിൽ പഠിക്കട്ടെ. ഏതായാലും ഞാനിപ്പം ഒരു യൂട്യൂബർ ആവല്ല, അപ്പൊ എനിക്ക് എഡിറ്റിങ്ങിനൊക്കെ ആവാണല്ലോ. ഇതൊക്കെ പൈസ തരുന്നില്ല, പഠിപ്പിക്കാനുള്ള പൈസ ആരും കൈ കൊടുക്കുക. ഇത് കണ്ട ഇത് ജനറേഷന്റെ നല്ലൊരു കാഴ്ചട്ടത്. എന്താ രസമാണ്, അടിപൊളി അടിപൊളി. നല്ല അടിപൊളി ഒന്നും ഇതില് വൈകുന്നേരത്തെ വ്യൂ ആയതുകൊണ്ട് നല്ല അടിപൊളി രസം. ഫ്രെയിം അത് വരുന്നത് നമ്മൾ ഫ്രെയിമിന് മുന്നിലൂടെ നേരത്തെ വന്നത്. ഷോപ്പ് പുറത്ത് കൊടുത്താൽ കാണുന്ന റേറ്റ് ഞാൻ കണ്ടില്ല. ഇതിലെ മറ്റേ ഹോസ്പിറ്റല് ഞാനും മേടിച്ചു. എന്ത് വണ്ടി
അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ ഓർമ്മയില്ല. അതാണല്ലോ ഇതിന്റെ പ്രത്യേകത. അതെ. ഫ്രെയിമിന്റെ ഫ്രെയിമിൽ കയറി മോളിൽ നോക്കി സൈഡ് നോക്കി പഴയതുപോലെ അടിപൊളിയായിരുന്നു. അപ്പുറത്തെ റോഡിപ്പുറത്ത് നമ്മൾ പോയതാണ് തിരിച്ചിട്ട്. ഇതിന് വലത്ത് ഭാഗത്ത് കൂടി കറാമന്റെ ഔട്ടർ കൂടെ മറ്റേ ഭർത്തപ്പേര് പോകുന്നുണ്ട്. മേലെ മെട്രോ മിസ്സായി പോയിട്ട് നമുക്ക് മെട്രോ മിസ്സായി പോയി പോയി. മെട്രോയിലാണ് പോകണം. മേലെ കൂടെ ഇത് ഗ്രീൻ അല്ലല്ലോ, ഗ്രീൻ അല്ല ഗ്രീൻ ലൈൻ. വർഷത്തിനാണല്ലേ വേറെ ആൾ കൊണ്ട് കയറ്റി. ഇപ്പം 3 മാസത്തേക്കുള്ള വണ്ടിക്ക് ഓർഡർ ഉണ്ട്. പക്ഷെ മറ്റന്നാൾ ഇറങ്ങുള്ളൂ. അത് കിട്ടുന്നല്ല ചെയ്യാതിന്റെ കിടപ്പിൽ വന്നാ ഇപ്പൊ നല്ല കിട്ടില്ലേ. അത് നിർത്തിയിട്ട് വണ്ടിക്ക് കൊണ്ടിട്ട് കയറ്റി കൊടുത്തു വാടക റെന്റിന് കൊടുത്ത ആൾക്കാർ. അത് ഫാമിലി കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇതിപ്പോ എക്സ്പെൻസ് ഇൻഷുറൻസ് ആണെങ്കിൽ മെമ്പർ. പക്ഷെ ഞാൻ എനിക്ക് ഇൻഷുറൻസിൽ അടുത്ത പ്രീമിയത്തിൽ പൈസ കൂടും. അതുകൊണ്ട് അവരോട് ആ പൈസ തരാൻ വേണ്ടി പറയുന്നത്. 80,000 രൂപയാണ് നന്നാക്കാൻ. അത്ര വളരെ നേരം മാറ്റുന്നത്. ഇത് വണ്ടി ഇപ്പോ വാല്യൂ പോയി കഴിഞ്ഞു. പക്ഷെ എന്നാലും സർവീസ് കമ്പനി സർവീസ് ആവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമുക്കതല്ല യാത്ര അത്ര യാത്ര ചെയ്തിട്ട് നമുക്കൊരു ക്ഷീണമില്ല. അടുത്ത ഭാഗത്ത് കൂടെ നമുക്ക് ഇപ്പൊ വന്ന വഴിക്ക് നമ്മളെ ഇതിലേക്കാണ് കയറുന്നത്. റൈറ്റിലേക്ക് നമ്മള് ബർത്തപ്പായിലേക്ക് പോകുന്നത്. അതായത് മൊത്തമായിട്ട് നമ്മൾ പോകുന്നില്ല. മീനാ ബസാറിലേക്ക് പോകണം. മീനാ ബസാറല്ല, റോള സ്ട്രീറ്റില്ല. മീനാ ബസാർ റോള സ്ട്രീറ്റിലാണ്. അവിടെ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഇതിന്റെ അടുത്താണ് ഇവിടെ പോകുന്നത്. ഇത്ര തിരക്കാണ്. അപ്പുറത്തേക്ക് തിരക്കില്ല. ടൈമിൽ ഇവിടെ തിരക്കാണ്. ഞാനേ പറയാതെ പൊടി ചെയ്ത പണിയായി. പൊടി കൊടുത്ത ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഇങ്ങനെ പിന്നോട് പറയാതെ കൊടുത്തേ. അപ്പോഴേക്കും ഭ്രാന്തി വരാണ്ട്. അതുപോലെ നമ്മള് കാണുമ്പോ സങ്കടല്ലേ. ഇപ്പൊ റോള സ്ട്രീറ്റ് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഏരിയ ആണ്. നേപ്പാളും നോർത്ത് ഇന്ത്യൻ കൂടുതലുള്ള ഏരിയ. എടാ അവിടെ സാനിറ്റൈസ് പേപ്പർ ഇല്ലേ? ഇല്ലേ? സ്റ്റോക്കില്ലേ? എനിക്ക് വേണം സാനിറ്റൈസ് പേപ്പർ. അതും വേണം. എന്തൊക്കെ വേണ്ടി വാട്സപ്പിടോ? ഞാൻ വാട്സപ്പ് ഞാൻ വിളിക്കണം വിചാരിച്ചു ഓൾറെഡി. സാനിറ്റൈസ് പേപ്പർ കവർ സ്മോള് രണ്ടും വേണം.
ഞാൻ മാറ്റി മസാല എടുക്കണ്ടേ അത് ഞാൻ മറന്നുപോയി ചേച്ചി വണ്ടി ബൈക്കിൽ വന്നു അല്ല ഇവിടെ എടുത്ത് കൊണ്ടേ വരും നിങ്ങൾ കയറുന്നുണ്ടോ ഞാൻ കയറില്ല ഞാൻ ഇവിടെ പോയാല് നമ്മുടെ സാധനം തീർക്കും നിങ്ങൾ ഇങ്ങനെ പോവാ പല മാറ്റം ഉണ്ടാവും ആ തിരിച്ചു പോകും എങ്ങനെ ആ തിരിച്ചു എല്ലാരും വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കടിക്കാൻ അല്ലെങ്കിൽ ഈക്കുവാണ് അത് മറ്റേത് പറഞ്ഞു നിങ്ങളെ മൂത്ത മോനെന്ന് പറഞ്ഞേ ഓർക്കും അങ്ങനെ തന്നെയാണ് ഇവർക്കും അങ്ങനെ തന്നെ ഓൻ പറയും മോനോടാണ് നിങ്ങൾ പറയും മോനോടാണ് നമുക്ക് രണ്ടാളും ഒരേ മൈരാണെന്നുള്ളത് ഇവര് അറിയുന്നില്ല അന്ന് അങ്ങനെ തന്നെ വീട്ടിലെന്താ നല്ല ഡ്രൈവർമാരൊക്കെ ഉണ്ട് എല്ലാവർക്കും വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു ചെയ്യുന്നു ദുബായിയുടെ വൈകുന്നേര കാഴ്ചകളും റോഡിൻ്റെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെയ്യുന്നു ഇനി അടുത്ത പുതിയ വീഡിയോ വരെ ബൈ